ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ ട്രിപ്പിനുള്ള പെട്രോൾ മേടിക്കാൻ പോകുന്ന വഴിയാണ്. കമോൺ ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെയാണ് കൊടുമൺ എസ്റ്റേറ്റ്. ഓക്കെ, ഇതപ്പോ നമ്മള് പെട്രോൾ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പെട്രോൾ മേടിക്കാൻ പമ്പിൽ വന്നേക്കാണ്. ഇങ്ങനെ നമ്മൾ മേടിച്ചു വന്ന പെട്രോൾ വണ്ടിയിലേക്ക് ഒഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം ഒഴിഞ്ഞു പോയി. ട്യൂബിന്റെ എത്തുന്ന ഒഴിക്കൊണ്ടായിരുന്നു. ചോർപ്പെടുത്ത് ചോർപ്പ് വഴി നമുക്ക് കഴിക്കാം. ഇങ്ങനെ നമ്മൾ പെട്രോൾ ഒഴിക്കുകയാണ്. പെട്രോള് അതേപോലെ പോകും. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് കൊടുമൺ എസ്റ്റേറ്റ് കാണാൻ പോവാണ്. ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ്. എല്ലാരും ഉണ്ട്. മണികണ്ഠാശനുണ്ട്. പോകുന്ന കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൊടുമൺ എസ്റ്റേറ്റ് കാണാൻ പോകണം കേട്ടോ. ഈ പോകുന്ന വഴി നമ്മുടെ പുതുമല ജംഗ്ഷനിൽ നിന്ന് തേപ്പുപാറയിലേക്കുള്ള വഴിയാണ്. ഈ വീഡിയോ കാണുന്ന പലർക്കും പുതുമല അറിയത്തില്ലായിരിക്കും. നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും ചന്ദനപ്പള്ളി വഴി അടൂർ പോകുന്ന റൂട്ടിലാണ് കൊടുമൺ എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. കൊടുമണ്ണ് കഴിഞ്ഞ് കൊടുമണ്ണിൻ്റെയും ഏഴംകുളത്തിൻ്റെയും ഇടയ്ക്കാണ് ഈ പുതുമല എന്ന് പറയുന്ന ജംഗ്ഷൻ. അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ജംഗ്ഷൻ. അവിടുന്ന് തേപ്പുപാറയിലേക്കുള്ള വഴിയാണ് ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുട്ടം പണി കിട്ടിയിരിക്കുകയാണ്. നമ്മളെ 2 ബൈക്ക് ഉണ്ടായത് 2 ബൈക്കിൽ ചാർജ് പോയിരിക്കുകയാണ്. അപ്പോൾ വോയിസ് ഒക്കെ ഏകദേശം എന്താ പറയുന്നത്, അത്ര ക്ലിയർ ആവത്തില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും മൈക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ വരുന്ന വഴി ചെറിയൊരു കട ഉണ്ട്. അവിടെ കയറി നാരങ്ങാളം കുടിച്ച് ദാഹം മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കരുതി. ഈ സമയം നമ്മൾ വരുന്ന വഴി നാരങ്ങാളം കുടിക്കാനൊക്കെ കൊണ്ടെത്തി കാണുന്ന ചെറിയ കടയിൽ വന്നേക്കാണ്. ദാഹമൊക്കെ മാറ്റി നമുക്ക് തെയ്യ്. ഇതാണ് ഇവിടുത്തെ അമ്മ. നമുക്ക് വേണ്ടിയുള്ള നാരങ്ങാളം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ നാരങ്ങാളം ആശാൻ കുടിക്കുന്നത്. ചായ അല്ല ആശാന്, വെള്ളം ഇറങ്ങുന്ന നേരത്തെ നാരങ്ങാളം കൃഷിയുണ്ട്. അങ്ങനെയുണ്ട്. എരിവുണ്ടോ? അടുത്താക്കുള്ള നാരങ്ങാളം. എല്ലാവർക്കും നാരങ്ങാളമായി. എനിക്കുള്ള നാരങ്ങാളം ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി നാരങ്ങൾ വേണം. ഈ വഴി പോകുന്നവരൊക്കെ ഈ കടയിൽ കയറി നാരങ്ങളും കുടിക്കാം. സൂപ്പർ നാരങ്ങളും സൂപ്പറാണ്. കപ്പലിന്റെ മുട്ടായി മുട്ടായി. അങ്ങനെ നമ്മൾ നാരങ്ങളൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി പതിയെ മുന്നോട്ട് നമ്മൾ യാത്ര പോവാണ്. ആ കാണുന്ന കേട്ടോ നമ്മുടെ ചീരംകുന്ന് മല. കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു റീലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ മല. അതാണ് നമ്മുടെ ചീരംകുന്ന് മല. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ SNIT കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തേപ്പുപാറ SNIT എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കേട്ടോ കോളേജ്. അതിൻ്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ ചീരംകുന്ന് മല. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തേപ്പുപാറ ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കൈതയൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ കൊണ്ട്. അങ്ങനെ ഇരുവശം കൈതയുള്ള റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്കൊരു ബോർഡ് കാണാം, കൊടുമൺ എസ്റ്റേറ്റ്. അങ്ങനെ ഇവിടെ മുതലാണ് നമ്മുടെ കൊടുമൺ എസ്റ്റേറ്റിൻ്റെ തുടക്കം. അങ്ങനെ നമ്മുടെ 2 വശവും റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടേക്ക് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയപ്പം നല്ലൊരു ഫീലാണ്. ഇവിടുന്ന് ഇടത്തോട്ട് കൊടുമണ്ണിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഇവിടെ വരുന്നവരൊക്കെ കാട്ടുതീ സൂക്ഷിക്കുക. അതവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുകവലിക്കാനൊന്നും പാടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ. ദൂരെ അങ്ങ് കുറേ മലനിരകൾ കാണാം. പിന്നെ കൈതത്തോട്ടങ്ങളുണ്ട്, റബ്ബർ മരങ്ങൾ. നല്ലൊരു കാഴ്ചയാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും റോഡിൽ ഒരു തടസ്സങ്ങളൊന്നുമില്ല. നല്ല ടാറിട്ട് നല്ല ലെവലിലാണ് റോഡുകൾ കിടക്കുന്നത്. അതുകൊണ്ട് യാത്രയ്ക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായില്ല. സുഖമായിട്ട് പോയിട്ട് വരാം.
അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു മയിലിനെ നമ്മൾ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാഴ്ചയാണ് കേട്ടോ. 2 വശവും റബ്ബർ മരങ്ങൾ, നടുക്കൂടെ ഇങ്ങനെ ടാറിട്ട റോഡ്. വല്ലാത്തൊരു ഫീലാണ് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താണ് ഒരു അനുഭൂതിയാണ്. നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കൊടുമൺ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം. എന്താ 2 സൈഡും റബ്ബർ മരങ്ങളാണ്. ഇവിടെ കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ വെറുതെ വെയിലൊക്കെ തന്നപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർ വരിക. ഞാൻ ലൊക്കേഷൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നല്ല അടിപൊളി സൈറ്റാണ്. വെയിലൊക്കെ താഴ്ന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ്. ഈ എൻ്റെ പുറകിലും മുന്നിലും റബ്ബർ മരങ്ങളാണ്. ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്നോ ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തകതയ്യ, തന്നെ തന്നെ കൂടുപണിഞ്ഞവളോ തകതയ്യ, തന്നെ കൂടുപണിഞ്ഞവളോ തകതയ്യ, ചക്കി എന്ന ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്ന ചെമ്പാരന്തവളോ തകതയ്യ, തന്നെ ചുള്ളി പറയ്ക്കവളോ തകതയ്യ, തന്നെ ചുള്ളി പറയ്ക്കവളോ തനതയ്യ, ചക്കി എന്ന ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തനതയ്യ, തന്നെ മുട്ടയിട്ടവളോ തകതയ്യ, തന്നെ മുട്ടയിട്ടവളോ തനതയ്യ, ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തകതയ്യ, തന്നെ മുട്ട വിരിഞ്ഞവളോ തകതയ്യ, തന്നെ മുട്ട വിരിഞ്ഞവളോ തനതയ്യ, ചക്കി എന്ന ചെമ്പാരന്തവളോ തകതയ്യ, ചക്കി എന്നൊരു ചെമ്പാരന്തവളോ തകതയ്യ. അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ മണികണ്ഠാശൻ്റെ പാട്ടുകൂടെ ആയപ്പോൾ ഫുൾ പവർ ഓൺ മൂഡ്. ഏത് മൂട്? ഒള്ളി മൂഡ്. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അടൂരിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്ററും നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 19 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. നമ്മളാണ്ട് പകുതിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് മുന്നോട്ട് ഞാനും മുന്നോട്ട്. വീണ്ടും നമ്മൾ ഇതേ മുന്നോട്ട് പോവാണ്. ഇങ്ങനെ കാഴ്ചകൾ നമ്മളെ മാടി വിളിക്കുകയാണ്. നല്ല രസമാണ് കാണാനെ കൊണ്ട്. ഇതേ ഇപ്പോൾ നോക്കിയാൽ ഇരുവശവും കൈതത്തോട്ടങ്ങളാണ്. അങ്ങ് ഇട സൈഡ് ഈ ഒരു മരം നിൽക്കുന്നുണ്ട്, ഒറ്റയ്ക്കൊരു മരം. അത് നമ്മുടെ ക്യാമറകളിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല, പക്ഷേ നമ്മൾ കാഴ്ചയിൽ കാണുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ മണികണ്ഠാശൻ്റെ നാടൻ പാട്ടുകൂടെ ആയപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഈ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ കൊടുമൺ എസ്റ്റേറ്റ്. അപ്പോൾ പലരും കണ്ടു കാണുമായിരിക്കും. ഇവിടെ കാറിന് വരുന്നവരും സ്കൂട്ടറിന് വരുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യുന്നത് ഇവിടെ സ്കൂട്ടറിന് വരുമ്പോഴായിരിക്കും. അതാകുമ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപോകാമല്ലോ. കാറാകുമ്പോൾ നമ്മളിങ്ങനെ അടച്ചു മൂടിയിട്ടല്ലേ പോകുന്നത്. ഇത് കണ്ട് നമ്മുടെ വഴി സൈഡിൽ കണ്ട ഒരു വഴിയാണ്. ഇത് തോട്ടത്തിനകത്തോട്ടുള്ള വഴിയാണ്. എങ്ങോട്ട് പോകുന്നേ അറിയത്തില്ല. മേളിൽ കുറേ ഷീറ്റിട്ട കുറേ വീട് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. ഈ യാത്രക്കാരൊക്കെ പോകുന്നത് നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ഇതേ മരങ്ങൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. ഇത് രസമാണ് കാണാൻ കൊണ്ട്. അങ്ങനെ നമ്മൾ കൊടുമൺ എസ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഇവിടെ കുറേ ആളുകൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ദേ കണ്ടോ, ഇവിടെ കുറേ ആളുകൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മളിതേ ഇവിടെ 2 മൈലിനെ കണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ നമ്മൾ 3 മൈലിനെ കണ്ട്. പിന്നെ ഈ കാണുന്ന റോഡ് നമ്മുടെ കോന്നിയിലേക്കുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് റോഡിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ എക്സ്പ്ലോറൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല ഫീലായിരുന്നു. ഈ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അറിയണമെങ്കിലേ ആ ഒരു ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഗായ്സ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെന്തു അടുത്ത വീഡിയോ കാണാൻ മറ്റേ ബെല്ലൈക്കൻ അടിച്ചില്ല. നമ്മുടെ ഋഷിയോടെ ഉറുമ്പ് കടിച്ചു. ഉറുമ്പൊന്നല്ലേ, എന്തോ ജീവി. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ കൊടുമൺ എസ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇവിടെ വരാൻ താല്പര്യമുള്ളവർ വരിക. ഒരു കാരണവശാലും റോഡിൻ്റെ ഇരുവശങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തീ സൂക്ഷിക്കുക. വലിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീടി സ്മോക്കൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ പിന്നെ ഇവിടെ കയറുന്നതിന് വിലക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ടൈം ഓപ്പണിംഗ് ആണ്. വരാൻ താല്പര്യമുള്ളവർ വരിക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.